കർണാടക മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. ദളിത് മുഖമായ G. പരമേശ്വര ഉപമുഖ്യമന്ത്രിയാകും. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യ, മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക് ഖർഗെ, മലയാളികളായിട്ടുള്ള KJ ജോർജ്, UT ഖാദർ എന്നിവർക്ക് പുറമെ 4 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, KC വേണുഗോപാൽ എന്നിവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞയ്ക്ക് എത്തുന്നുണ്ട്. ദീപക് മോഹൻ വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ കർണാടകയുടെ മുഖ്യമന്ത്രിയാവാതെ താൻ ഇനി താടി പഠിക്കില്ല എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് DK ശിവകുമാർ. ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം സിദ്ധരാമയ്യ മാറിക്കൊടുക്കുന്നു. DK ശിവകുമാർ കർണാടകയുടെ 25ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ അത് വലിയ ആഘോഷമാക്കി മാറ്റാനാണോ കോൺഗ്രസിന്റെ തീരുമാനം? ഷിഹാസ്, അതായത് കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല കേരളത്തിൽ നിന്നുമൊക്കെ തന്നെ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ DK ശിവകുമാറിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തുന്നുണ്ട്. അതിനുള്ള വലിയ ഒരുക്കങ്ങൾ ബംഗളൂരുവിൽ കോൺഗ്രസ് ഒരുക്കിയിട്ടുണ്ട്. ഈ മേഖലയിലൊക്കെ തന്നെ നിരവധി ഫ്ലെക്സുകളും കൊടികളും ഒക്കെ കാണാം. എനിക്ക് തൊട്ട് പിറകിൽ കാണുന്ന ഈ കർണാടകയിലെ ഭരണസിരാ കേന്ദ്രമായ ഈ വിധാൻ സൗധയ്ക്ക് സമീപമുള്ള ലോക്ഭവനിലാണ് വൈകിട്ട് 4 മണിയോടുകൂടി DK ശിവകുമാർ കർണാടകയുടെ 25ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. 2019 അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മാത്രമേ താടി വടിക്കുകയുള്ളൂ എന്നൊരു വ്രതമെടുത്തത്. ഏതായാലും ഇത്തവണ സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്ന സമയത്ത് DK എത്തുമ്പോൾ ക്ലീൻ ഷേവ് ലുക്കിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അല്ലെങ്കിൽ ഒരു കാത്തിരിപ്പിലാണ് കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത്. 3 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 3 വർഷം നീണ്ടുനിന്ന മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മുതിർന്ന നേതാവായിട്ടുള്ള സിദ്ധരാമയ്യ രാജിവെച്ചതോടു കൂടിയാണ് DKക്ക് വഴി തുറന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരവും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് 77-കാരനായ സിദ്ധരാമയ്യ രാജി സമർപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടിന്റെ രാജിക്കത്ത് അദ്ദേഹം ഏറ്റുവാങ്ങി. ഡൽഹിയിൽ ദിവസങ്ങളോളം രാഹുൽ ഗാന്ധിയോടൊപ്പം അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും അടങ്ങുന്ന ഹൈക്കമാൻഡ് നേതൃത്വം നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ സുപ്രധാനമായ നേതൃമാറ്റം വന്നിരിക്കുന്നത്. 11 അംഗ മന്ത്രിമാരിൽ 2 ഉപമുഖ്യമന്ത്രിമാരുണ്ടാകും എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 2 മലയാളികളായിട്ടുള്ള മന്ത്രിമാരുണ്ട്. KJ ജോർജും ഒപ്പം UT ഖാദറും. മുൻപ് KJ ജോർജ് ആയിരുന്നു ബംഗളൂരു നഗരത്തിന്റെ ടൗൺ പ്ലാനിംഗ് മിനിസ്റ്റർ ആയിരുന്നത്. അദ്ദേഹമാണ് നമ്മളിപ്പോൾ കാണുന്ന ബംഗളൂരു നഗരത്തിലേക്ക് കാണുന്ന ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള രീതിയിലൊക്കെയുള്ള ഇടപെടൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നതിന്റെ ഭാഗമായി മന്ത്രിയായിരുന്നു ആ സമയത്ത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരടക്കം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം മറ്റു മന്ത്രിമാർ PC വിഷ്ണുനാഥ്, റോജി ജോൺ അടക്കമുള്ള ആളുകൾ ഈ മേഖലയിലുണ്ട്. അവരൊക്കെ തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലും ഒപ്പം രാഹുൽ ഗാന്ധിയും ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലെത്തും. ഏതായാലും വൈകിട്ടോടുകൂടി വലിയ സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 3 ഇടങ്ങളിലായിട്ടാണ് പാസുകൾക്ക് എൻട്രി ഉള്ളത്. അതായത് VIP ഗാലറി ഉണ്ട്. അതായത് ഏറ്റവും കർണാടകയിലെ സിനിമാ താരങ്ങൾ ഒപ്പം രാഷ്ട്രീയ നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്ക് പാസ് മുഖേന VIP ഗാലറിയിൽ ഇരുന്ന് ഈ സത്യപ്രതിജ്ഞയിൽ പങ്കുചേരാം. അതോടൊപ്പം വരുന്ന മറ്റു പ്രവർത്തകർക്കും വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണവും ഇവിടെ ഒരുക്കി കഴിഞ്ഞു. ഏതായാലും കർണാടക കാത്തിരിക്കുകയാണ്. DKയുടെ ഒരു പുതുയുഗം ബംഗളൂരുവിൽ അല്ലെങ്കിൽ കർണാടകയിൽ പിറക്കുമെന്ന് തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് അടക്കമുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്ര സിദ്ധരാമയ്യയ്ക്ക് ഇത്തവണ 11 അംഗ മന്ത്രിസഭയിൽ ഒരു മന്ത്രിപദം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ മകനും മന്ത്രിയായി ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് 10 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുക. പിന്നീട് അടുത്ത 18-ാം തീയതിയോടുകൂടിയായിരിക്കും ബാക്കിയുള്ള മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ബംഗളൂരു നഗരം ഉണർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ ആവേശത്തിന് ഒട്ടും കുറവില്ല. പ്രവർത്തകരൊക്കെ തന്നെ കർണാടകയുടെ പല ഭാഗത്തു നിന്നും ഒപ്പം കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന് ബംഗളൂരുവിലേക്ക് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഒന്ന് പങ്കുചേരുവാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷിഹാസ്, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകയിലെ ട്രബിൾ ഷൂട്ടറാണ്. ഹൈക്കമാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കുന്തമുനയാണ് DK ശിവകുമാർ. അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. അതോടൊപ്പം കർണാടകയിൽ കോൺഗ്രസിനെ സംഘടനാപരമായി ശക്തിപ്പെടുത്തിയ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇനി കർണാടകയിൽ DK യുഗമാണ്.